അപ്പച്ചി ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ കുറച്ചേരെ അപ്പച്ചി വന്നിട്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലേ? അതെന്തിനാ അപ്പച്ചി? ഇവളുടെ വീട്, ഇവള് വിളിക്കുന്നു, ഞാൻ വരുന്നു. അതിനിപ്പോ എന്തിനാ ഇത്ര നാണിക്കുന്നേ? വാ മൂടി നിന്നോണം. കൂടുതൽ ചോദ്യങ്ങളും വേണ്ട, സംസാരവും വേണ്ട. കേട്ടല്ലോ? അതനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോയാ അപ്പച്ചിക്ക് വല്ല പരിക്കില്ലാതെ മുന്നോട്ട് പോവാം. ഉണ്ണി വന്നല്ലോ, അവനെവിടെ? ഉണ്ണി മുകളിലത്തെ റൂമിലുണ്ട്, ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുക. എന്റെ ഉണ്ണിയേട്ടന് ദീപേട്ടൻ വരുന്നതും പോകുന്നതും ഒന്നും കുഴപ്പമില്ല. ഞാൻ വരാത്തതാണ് ഉണ്ണിക്ക് പ്രശ്നം. അവന്റെ കാറിൽ ഇവനായിരിക്കും വന്നത്. അയ്യോ, ഞാൻ എന്റെ ബുള്ളറ്റിലാ വന്നേ. നീ ബുള്ളറ്റിൽ ഇവളെ കൊണ്ട് പോകാൻ പോവാണോ? മിക്കവാറും ഉടനെ ഞാൻ അങ്ങനെ ഒരു പോക്ക് പോകും. അത് കഴിഞ്ഞാ പിന്നെ കിളവി മോനും പിന്നെ ഇവിടെ കാണത്തില്ല. നീ എന്തൊരു ജന്മമാടി. അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. ഇതുപോലുള്ള ജന്മങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. എന്തായാലും പവിത്രയോടും കാർത്തൂനോടും പെരുമാറിയതുപോലെ എന്നോട് പെരുമാറാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ എന്റെ അമ്മയും ഞാനും കൂടി നിങ്ങളെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടും. എന്നാ ഞാൻ പോട്ടെ അപ്പച്ചി. നീ പോടാ. പോയാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും. എന്റെ ദൈവമേ, ഇതെല്ലാം കണ്ടോണ്ട് എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? എന്തായി അമ്മയ്യ അവിടെ പോയിട്ട്? എന്താവാനാ, ഇവനൊപ്പം താമസിച്ചു, ഇവന്റെ അടുക്കളയിലൊക്കെ ഒന്ന് കയറി. അത് മാത്രമുള്ളോ അതോ ഇനി ഏതെങ്കിലും നാടൻ പെൺകുട്ടികളെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തോ? ഒരുപാട് പേരെ ചേർത്തെടുത്ത് ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോ അമ്മ ഒരുപാട് കുട്ടികളെ കണ്ടു. അവരിൽ ആരെങ്കിലും നിനക്ക് കെട്ടിക്കൂടെടാന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ചോദിച്ചോ? ആ പിന്നെ, നല്ല സ്ഥലവും മോളെ, പുഴയും പാടവും പശുക്കളും ഒക്കെയുള്ള ഒരു തനി ഗ്രാമം. അപ്പൊ അവിടുന്ന് തന്നെ മോൻ പെണ്ണെടുത്തോട്ടേന്ന് അല്ലേ? അമ്മേ, ഇവന് പല താല്പര്യങ്ങളും കാണും. അതിന് പിന്നാലെ അമ്മ പോകരുത്. അങ്ങനെ പോയാൽ അവസാനം കുടുംബങ്ങൾ തമ്മിൽ രണ്ടാകും. ഇവൻ എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതിന് ഇവിടെ ആരുടെയും സപ്പോർട്ടില്ല. ആകെ ആടി ആടി നിൽക്കുന്നത് അമ്മായി മാത്രോ. അതിനായിരിക്കും അമ്മായിയെ വിളിച്ചോണ്ട് പോയത്. അമ്മയെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയതല്ല. ഞാൻ പോയപ്പോ അമ്മ വന്നതാ. എന്തായാലും ശരി, ഇവിടെ ഇപ്പൊ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നിനി ഏതെങ്കിലും നാടൻ പെണ്ണ് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അവളെ അങ്ങ് മറക്കുന്നതായിരിക്കും നല്ലത്. അടിച്ചേൽപ്പിക്കേണ്ടതല്ല വിവാഹം. രണ്ട് മനസ്സുകൾ തമ്മിൽ ഒന്നിക്കണമെങ്കിൽ അവർ പരസ്പരം ഇഷ്ടപ്പെടണം. അപ്പൊ നിനക്കെന്റെ മാളുവിനെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, ഒരു അനിയത്തിയായിട്ട്, ഭാര്യയായിട്ടല്ല. അമ്മായി, അമ്മായി എന്തൊന്നും മിണ്ടാത്തെ? അവൻ ആരെങ്കിലും കാണിച്ചു തന്നോ അമ്മായിക്ക്? കാണിച്ചു തന്നെങ്കിൽ ഞാൻ പറയത്തില്ലേ, എന്നെ ആരെയും കാണിച്ചു തന്നില്ല. അമ്മായി കണ്ടു കാണോ? ആരെ? കാർത്തു വന്ന് കാട്ടുകളി. അവളെ കൊണ്ടുപോയി അമ്മയെ കാണിക്കാനുള്ള ധൈര്യമൊന്നും അവനില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ മാറ്റോ സംസാരോ ഇപ്പൊ അമ്മായിയിൽ നിന്നുണ്ടായത്. അതിനൊന്നിനും നീ ചെവി കൊടുക്കണ്ട. എനിക്കറിയാം നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഭാര്യയാണെന്ന്. മക്കളെ ഭാര്യമാർ ഒരുപാട് സ്നേഹിക്കുമ്പോ ഒട്ടുമിക്ക അമ്മമാർക്കും അസൂയുണ്ടാവും. എന്റെ അമ്മയ്ക്ക് അതിത്തിരി കൂടിപ്പോയി, അങ്ങനെ കരുതാം.
എന്താ ദീപേട്ടന്റെ ഉദ്ദേശം? എന്തിനാ വിജിതയെ കാണാൻ വേണ്ടി ഉണ്ണിയേട്ടനുള്ളപ്പോ അവിടെ പോകുന്നത്? എന്നെ അവള് വിളിച്ചു വരുത്തിയത് കാർത്തു. എന്ന് വെച്ച് ദീപേട്ടനും അവളെ പോലെ അധപതിക്കണോ? കാർത്തൂനെ ആരെ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കുത്തിയിലേക്ക് വിട്ടത്? ആരെങ്കിലും ആവട്ടെ, ദീപേട്ടനെ ഞാൻ കാണുന്നത് കണ്ണേട്ടനെയും അരുൺ സാറിനെയും പപ്പേട്ടനെയും പോലെയാ. അങ്ങനെ ഒരാള് വിജിതയുടെ നിലവാരത്തിലോട്ട് താഴാൻ പാടില്ല. മതിലകം തറവാട്ടിന് വേണ്ടി ചോര നീരാക്കിയ ഒരാൾ ജയിലിൽ കിടപ്പുണ്ട്. ഉണ്ണിക്ക് വേണ്ടിയിട്ട് സ്വന്തം അധ്വാനവും ജീവിതവും കളഞ്ഞ ഒരാള്. എന്നിട്ട് അവൻ എന്താ ചെയ്ത കണ്ണേട്ടനോട്? അതിന് അവന് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുന്നുണ്ട്. അതിനെങ്ങനെയാണോ ശിക്ഷിക്കുന്നത്? കാർത്തു ഈ കാര്യത്തിൽ എന്നോട് ദേഷ്യപ്പെടണ്ട, എന്നെ ഉപദേശിക്കുകയും വേണ്ട. കണ്ണേട്ടൻ തിരിച്ചു വരുമ്പോ കണ്ണേട്ടന് എല്ലാം ഉണ്ടാവണം. ആ പാവം മനുഷ്യനെ ജയിലിൽ കയറ്റിയവരെല്ലാം നശിക്കണം. വിജിത ഉണ്ണിൻ രണ്ടാവും കാർത്തു. എന്തിനാ അവരെ രണ്ടാക്കുന്നത്? അത് എന്റെ തൃപ്തിക്ക് വേണ്ടിട്ടാ. കാർത്തു, അവനൊരു മനുഷ്യനാണോ? ഇന്ന് അവന്റെ അമ്മ 4-5 ജോലിക്കാര് ചെയ്യേണ്ട പണിയാ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അവരൊരു ദുഷ്ടയാ. എന്നാലും സ്വന്തം അമ്മയല്ലേ, അവരോട് അങ്ങനെയൊക്കെ ചെയ്യാവോ? അതിന് ദൈവം ചോദിച്ചോളും, ദീപേട്ടൻ ചോദിക്കണ്ട. കാർത്തൂന് വേണമെങ്കിൽ എന്നെ തല്ലാം. എന്നെ സ്നേഹിക്കുന്നവരെന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ അതിന് നിന്നു കൊടുക്കും. എന്നാൽ അവരെ ദ്രോഹിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. കണ്ണേട്ടന്റെ വിയർപ്പ് മുഴുവൻ സ്വന്തമാക്കിയിട്ട് ആദ്യം അവൻ കാർത്തൂനെ തള്ളി. അതൊരർത്ഥത്തിൽ കാർത്തൂന്റെ ഭാഗ്യം തന്നെ. അത് കഴിഞ്ഞ് കണ്ണേട്ടനെ ജയിലിലാക്കിയവരുടെ മോളെ കെട്ടി. എന്നിട്ടോ പവിത്രയിടത്തെയും കാർത്തൂനെയും നമ്മുടെ നന്ദന മോളെയും പുറത്താക്കി. അതിനൊക്കെ അവൻ അനുഭവിക്കണം കാർത്തു. എന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. അവനെ സ്വന്തം ഏട്ടന്റെ കാലിൽ വീണ് പൊട്ടിക്കരയുന്നൊരു ദിവസം. അത് കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു. പിന്നെ കണ്ണേട്ടന്റെ കടയിൽ വന്നിരിക്കവൻ കണ്ണീരും കയ്യുമായിട്ട്. ഒരാളങ്ങനെ തകരുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്നാൽ അത് കാർത്തു പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ തീരുമാനം. അത് നടന്നേ പറ്റൂ. അതിന് അവന് ദൈവം കൊടുത്ത ശിഷ്യ വിജിത എന്ന ഭാര്യ. പിന്നെ അവളുടെ പിന്നാലെ ദീപേട്ടൻ പോകുന്നതോ? അതെ, അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അവളെ വെച്ച് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടത്താൻ വേണ്ടിട്ടാ. അമ്മ വരുന്നതിന് വേണ്ടി കാത്തിരിക്കായിരുന്നു. ഞാൻ മാത്രല്ല, മഞ്ജു ചേച്ചിയും അനന്തുവേട്ടനും ഒക്കെ. എന്താ മോളെ കാര്യം? ഇടയ്ക്ക് മഞ്ജു വിളിക്കുന്നുണ്ടായിരുന്നു, എവിടെ എത്തിയെന്നും ചോദിച്ചു. ഇന്ന് രാവിലെ മഞ്ജു ചേച്ചി ഒരു ഫോട്ടോ അയച്ചു തന്നു അമ്മയെ കാണിക്കാൻ വേണ്ടി. കാണട്ടെ. ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അരുണേട്ടന്റെ വീട്ടിൽ നിന്ന് ജോലിക്കാരിയാ. ഇവളുമായിട്ട് അരുണേട്ടന് അടുപ്പെന്ന് തോന്നുന്നു. ഏട്ടന്റെ മൊബൈലിൽ നിന്ന് ഇവളുടെ ഫോട്ടോ അനന്തവേട്ടനും മഞ്ജു ചേച്ചിയാ പിടിച്ചത്. അരുണേട്ടൻ ഇതുവരെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഏതോ വഴിയരിക്കുന്ന എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെയാ പറയുന്നേ. അവന്റെ പേര് കണ്ണന്നാ. അവനിപ്പോ ജയിലില്ല. അവളെ ചേർത്തിയെടുത്ത് കാർത്തൂന്ന പേരിലാണോ അറിയപ്പെടുന്നത്? അയ്യോ, അങ്ങനെ ഒരു പേരുള്ളോന്ന് എനിക്കറിയില്ല. അവസാനം ഈ പവിത്രനെ കാർത്തൂനെ എന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് ചേച്ചിയുടെ അനന്തരവനാ. അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവിടെ നിന്ന് അവര് പോയതിനു ശേഷം അവരെ കുറിച്ച് യാതൊരു വിവരം എനിക്കില്ല. അരുൺ സാറും ആ പെണ്ണും പ്രേമത്തിലാണെന്നാ ഇയാള് പറയുന്നേ. അല്ല, അങ്ങനെ ഉറപ്പൊന്നുമില്ല. എങ്കിലും മൊത്തത്തിൽ എല്ലാം ഒന്ന് കൂട്ടി വായിക്കുമ്പോ അതിനുള്ള സാധ്യത കൂടുതലാ. അവളെ ഒരുത്തൻ വളർത്തിന്ന് പറഞ്ഞല്ലോ. ആ, കണ്ണൻ.
അയാൾ ജയിലിൽ കിടക്കുന്ന എന്തിനാ? അത് പിന്നെ അവൻ അത്യാവശ്യം കൃഷിയും ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ കടയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. അതോടെ ജയിലിലുമായി. അതിനുശേഷമാണ് അവന്റെ ഭാര്യയും ഈ കാർത്തും ഒക്കെ അവന്റെ തറവാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഭർത്താവിന്റെ തറവാട്ടിലല്ലേ ഭാര്യ നിൽക്കേണ്ടത്? എന്റെ ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും ഈ പവിത്രത്ത നല്ലവളൊന്നുമല്ല. അതിനേക്കാൾ മോശമാ മറ്റവൾ കാർത്തു. ആ പിന്നെ എങ്ങനെ അവിടെ നിൽക്കാനാ? ഇപ്പൊ തട്ടുകടയോ മറ്റോ ഇട്ട് ജീവിക്കുന്നു ആരോ പറയണ കേട്ടു. ദോഷം പറയരുതല്ലോ. എന്റെ ഭാര്യയും പവിത്രയും കൂടി പണ്ട് തട്ടുകട നടത്തിയിരുന്നു. അതുകൊണ്ട് അതിനകത്ത് അവര് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാ. അതൊരു വിജയമാണ്. ആ കടയിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്നാൽ നല്ല ഭക്ഷണം വിളമ്പിയിട്ട് നല്ല ആൾക്കാരെ ആകർഷിക്കുന്നതാണ് അവളുമാരുടെ തൊഴിലെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത വകയാ രണ്ടും. എന്റെ വീട്ടിൽ നിൽക്കുമ്പോഴും പ്രശ്നമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കണ്ണും കവളും ഒക്കെ കാണിക്കും. അതിന്റെ പേരിൽ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ എന്നും വഴക്കായിരുന്നേ. പോയി കൈ കഴുകി കാറി പോയിരിക്കെ. പോടാ. ഇവള് നമ്മളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു അല്ലേടാ? കഴിഞ്ഞ തവണ വന്നപ്പോ ഈ നാട്ടിലെ കൃഷി ഓഫീസറെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ടും നിനക്കവനെ അറിയില്ലായിരുന്നു അല്ലേടി? സ്ഥിരമായിട്ട് ഈ കടയിൽ വന്ന് പോകുന്നവനെ നിനക്കറിയില്ലായിരുന്നു അല്ലേ? ചേർത്തെടുത്ത് കാർത്തു. ഈ നാട്ടില് നിനക്ക് നല്ല പേരല്ലേ? അപ്പച്ചി കാർത്തിനൊന്നും ചെയ്യരുത്. പോയി കാറിലിരിക്കടാ. പോകാൻ. അപ്പച്ചിയാണെങ്കിലും സ്വന്തം മക്കളായിട്ടാ ഞാൻ അവനെയും അവന്റെ ഏട്ടനെയും വളർത്തിയത്. അവരുടെ വിവാഹ കാര്യത്തിൽ ഞാൻ അവസാന തീരുമാനം എടുക്കുന്നത്. ഉടനെ അങ്ങനെ ഒരു ചടങ്ങുണ്ടാവും. അവിടെ നീ വഴി തടഞ്ഞു നിൽക്കരുത്. നിനക്ക് അവൻ എന്തെങ്കിലും വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കെന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്തിരിക്കും. അനന്തരവനെയും കൂട്ടിയാണല്ലോ വരവ്. രണ്ടുപേരുടെയും മുഖം അത്ര പന്തിയല്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വക്കീലന്മാർ അത്യാവശ്യം കള്ളം പറയും. അത് നിന്റെയൊക്കെ ജോലിയുടെ ഭാഗ. എന്നാൽ ഇവൻ കള്ളം പറയാത്തവനായിരുന്നു. എന്റെ കുടുംബത്തിലെ ഏറ്റവും മാന്യനായ ചെറുപ്പക്കാരൻ. എന്നിട്ടിപ്പോ കള്ളം പറയാനും ചെയ്യാനും തുടങ്ങി. എവിടുന്ന് ഇവൻ ഈ ശീലങ്ങളൊക്കെ പഠിച്ചേ? നിന്റെ കൂടെ കൂടിയതിനു ശേഷമാണോ?
എന്താന്ന് എനിക്ക് പറയേണ്ടി വരും. എന്താ പറ്റിയത്? അയ്യോ പാവം, അവനൊന്നും അറിയില്ല. ഇവനെ വീട്ടിൽ നിന്ന് ജോലിക്കാരി പെണ്ണിനോട് പ്രേമം. അവളെ കാണാൻ വന്നപ്പോഴേ അന്തസ്സായിട്ട് അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുകയായിരുന്നു ഈ മഹാൻ. കുറച്ചുകൂടി ചെറുപ്പായിരുന്നെങ്കിൽ തെരണ്ടിവാളിന് ഞാൻ അടിച്ചേനെ. ഇപ്പൊ അതിന് പറ്റാത്ത അവസ്ഥയാ. അത് അപ്പച്ചി, ഞങ്ങളങ്ങനെ അത് ഒന്നും പറയണ്ട. ഞാനെല്ലാം അറിഞ്ഞു, മനസ്സിലാക്കി. ഇനി നിന്റെ ഒന്നും നാടകം നടക്കില്ല. ചേർത്തെടുത്ത് കാർത്തു വരാമെന്ന് ചോദിച്ചപ്പോ അന്നിവൻ എങ്ങും തൊടാതെ സംസാരിച്ച് എന്നെ അങ്ങ് പറഞ്ഞു വിട്ടു. എന്നാൽ ഇന്ന് സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ചേർത്തെടുത്ത് കാർത്തുവിനെ നേരിൽ കണ്ടു. മോളെ, ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് എന്തേലും കാര്യമുണ്ടോ? എനിക്ക് എന്റെ കാര്യം ഓർത്തിട്ടല്ല എടുത്തി സങ്കടം, സാറിനെ കുറിച്ച് ആലോചിച്ചിട്ടാ. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ഒരു നിശ്ചയവും ഇല്ല. ഒന്നും സംഭവിക്കാനില്ല, എല്ലാം കലങ്ങി തെളിയും. ഞാൻ പറഞ്ഞിട്ടില്ലേ ഏടത്തിയോട്, എന്നെ അമിതമായിട്ട് സ്നേഹിച്ച പിന്നാലെ ആപത്തുണ്ട്. അത് എത്രയോ തവണ പല സംഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടതാ. ഇത്തരം സംസാരം കുറച്ചു നാളായിട്ട് ഇല്ലാതിരുന്നതാ. ഇനി അതിലേക്കൊന്നും പോണ്ട. സത്യമായിട്ടും പറയുവാ, എനിക്ക് പേടിയാവുന്ന അടുത്ത് ആ വീട്ടിൽ പോയി താമസിക്കാൻ. അങ്ങനെ പറഞ്ഞ എങ്ങനെ മോളെ? ഇനിയിപ്പൊ അരുൺ പറയുന്നത് പോലെ കേട്ടല്ലേ പറ്റൂ. മോളെ എന്തായാലും നടുക്കടലിലേക്ക് തള്ളിവിടാൻ അരുൺ ആഗ്രഹിക്കോ? അതുകൊണ്ട് ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. സാറ് അപ്പച്ചിയെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ പ്രശ്നമാണെന്ന് തോന്നുന്നു. അരുണിനെയും ചേട്ടനെയും വളർത്തിയതിന്റെ അധികാരമാ അവര് കാണിക്കുന്നത്. അതിപ്പോ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാ. അവിടെ മോള് പിടിച്ചു നിന്നേ പറ്റൂ. കണ്ണേട്ടം പോയ ശേഷം നമ്മൾ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇപ്പോഴല്ലേ ഏടത്തി? ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കോളാം. എന്താ ഈ പറയുന്നത്? കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാ മോള്, അത് മറക്കരുത്. താലി കെട്ടിയെന്നല്ലാതെ ഒന്നിച്ച് താമസിച്ചില്ലല്ലോ ഏടത്തി. എന്നാ പിന്നെ ആ താലി മാറ്റിയിട്ട് കാർത്തു വേറെ വിവാഹം കഴിക്കോ? അതിനുള്ള തന്റെ ഇടം കാണിക്കോ? കുടുംബമായി ജീവിക്കാത്ത കാർത്തു കണ്ണേട്ടിന് വേദനയായിരിക്കും. ഇപ്പോ കടയൊക്കെ നന്നായിട്ട് പോകുന്നോണ്ട് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് കണ്ണേട്ടന് അറിയാം. എന്നാൽ അതുകൊണ്ടൊന്നും തൃപ്തനാവില്ല കണ്ണേട്ടൻ. കാർത്തു ഒരാൾക്കൊപ്പം സുഖമായിട്ട് ജീവിക്കണം. അതിൽ പരം മറ്റൊരു സന്തോഷം ഇല്ല കണ്ണേട്ടന്. ആ വീട്ടിലോട്ട് പോയാ അങ്ങനെ ജീവിക്കുന്നത് കാണാൻ പറ്റുമോ? അവിടെ മോൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആശ്വാസമുണ്ട്. മോളെ സംരക്ഷിക്കുന്നത് അരുണാണെന്ന ആശ്വാസം. അപ്പച്ചയുടെ മോളുടെ പേര് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ താലി കെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയല്ലോ അപ്പേട്ട. നാലാളിന്റെ മുന്നിൽ വെച്ച് ഇന്നും അരുൺ സാറിന്റെ കരണത്തടിക്കുന്ന അപ്പച്ചിയാ. അപ്പൊ അങ്ങനെ എത്രത്തോളം അവരെ ഭയക്കുന്നുണ്ടാവും. ഇനിയിപ്പോ സാറിനെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ചങ്ങലെ തളച്ചിരിക്കുന്ന പോലെ തളച്ചെന്നാ വക്കീൽ സാർ പറഞ്ഞത്. അരുൺ സാറ് പറഞ്ഞ അവിടെ നമുക്ക് സാറിനെ പുറത്തു കൊണ്ടുവന്നൂടെ? സാർ ഒരു വാക്ക് പറഞ്ഞ അപ്പൊ നമ്മൾ ഒടിയും വിദ്യ പ്രയോഗിക്കും. എന്നാൽ ഇവിടെ പറയാനുള്ള സാധ്യത കുറവാ. സ്വന്തം ഭാഗം ജയിച്ചില്ലെങ്കിൽ ആത്മഹത്യക്ക് പോലും ശ്രമിക്കുന്ന കൂട്ടത്തിലെ ആ സ്ത്രീ. അതാണ് അരുൺ സാറിന്റെ ഭയം. അങ്ങനെയൊക്കെ സംഭവിക്കെങ്കിൽ പിന്നെ ഭയക്കാതെ തരമില്ല. കാർത്തൂനെ കല്യാണം കഴിക്കുന്നതിന്റെ പേരില് അപ്പച്ചയുടെ ജഡം കാണേണ്ടി വന്നാ അത് പിന്നെ ജീവിതകാലം മുഴുവൻ അവർക്കൊരു തീരാവേദനയായിരിക്കും. അരുൺ സാറിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പേട്ട. വീടിന് പറ്റിയൊരു പെൺകുട്ടിയെ ഭാര്യയായി വേണോന്നേ സാർ ആഗ്രഹിച്ചുള്ളൂ. എന്ന് മാത്രമല്ല, ഈ അപ്പച്ചിയുടെ മോളെ സാറിന് വേണ്ടി പറയുമെന്ന് സാർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുമില്ല. അതുകൊണ്ടാ ഇപ്പൊ തലവേദനയായി മാറി.
എന്നാ ആ പെൺകുട്ടിയെങ്കിലും വിചാരിക്കണ്ടേ അരുൺ സാറിന്റെ മനസ്സിലവർക്ക് പെങ്ങളുടെ സ്ഥാനമാണെന്ന്. കാർത്തൂന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പപ്പേട്ട? അങ്ങോട്ട് പോകാൻ തോന്നില്ല. പോയാലും വെറുതെ ആശ്വാസ വാക്കുകൾ പറയാം. അല്ല നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? അരുൺ സാറാ അമിത ആവേശം കാട്ടിയത്. അപ്പച്ചിയുടെ സ്വഭാവം അറിയാവുന്നോണ്ടായിരിക്കും പിടിച്ച പിടിയാലെ താലി കെട്ടിയത്. അതുകൊണ്ട് ഇനി ആ താലി അഴിച്ചു കളഞ്ഞിട്ട് മറ്റൊരു വിവാഹത്തിന് കാർത്തു നിന്നു തരില്ല. അനാഥയാണ്. ഇപ്പോ ജയിൽ പുള്ളിയുടെ അനീതി എന്ന പേരുണ്ട്. പിന്നെ നല്ല കുടുംബത്തിൽ നിന്നൊരു ബന്ധം കിട്ടില്ല. എന്നാ നന്മകൾ ഒരുപാടുള്ളതുകൊണ്ട് അത് വേണം താനും. അതുകൊണ്ട് നമ്മൾ മരിച്ചു നിൽക്കണം, എങ്ങനെയെങ്കിലും രണ്ടാളെ ഒന്നിപ്പിക്കാൻ. ഞാനെന്തായാലും വക്കീലിനൊന്ന് കാണാം. അവരുടെയൊക്കെ കുടുംബ സുഹൃത്തായതുകൊണ്ട് അങ്ങേരും വീട്ടിലായിരിക്ക. അരുൺ സാറിനെ വഴിതെറ്റിച്ചത് വക്കീലിന്റെ കൂട്ടാണെന്ന് പറഞ്ഞ്. അതാണ് ആ സാറിന്റെ അപ്പച്ചിയുടെ സ്വഭാവം. എന്നാ പിന്നെ ശരി പപ്പേട്ട, ഞാൻ പോയിട്ട് വരാം. എന്താ അമ്മേ? തെളിവ് സഹിതം അവനെ പിടിച്ചു. ഇപ്പോ വീട്ടുതടങ്കല്ല. ഇത്രയും കൂടി വൈകിയിരുന്നെങ്കിൽ എല്ലാം കൈവിട്ടു പോയേനെ. അവളെ നേരിട്ട് കണ്ടില്ലേ ആ കാർത്തൊന്ന് പറഞ്ഞവളെ? കണ്ടൂന്ന് മാത്രമല്ല, അവളോട് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തു. കേൾക്കാനും ആളുണ്ടായിരുന്നു. ഇനി അവൾ ആത്മാഭിമാനമുള്ള പെണ്ണാണെങ്കിൽ അരുണുമായിട്ട് ഫോണിൽ കൂടി പോലും സംസാരിക്കില്ല. എന്നോടും അമ്മയോടൊക്കെ അരുണേട്ടന് നല്ല ദേഷ്യം ഉണ്ടായിരിക്കും. അവന്റെ ദേഷ്യമൊന്നും കാര്യാക്കണ്ട. ഇനിയിപ്പോ തകൃതിയായിട്ട് കാര്യങ്ങൾ നീക്കണം. മകരമാസം 25-ന് മുൻപ് നിങ്ങളുടെ വിവാഹമാണ്. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം. മകര 25 പറയുമ്പോ ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ? എന്താ 2 ആഴ്ച കൊണ്ട് കല്യാണം നടത്തിക്കൂടെ? സാഹചര്യം അനുകൂലമാണ് മോളെ. വലിയ ആൾക്കൂട്ടൊന്നും വേണ്ട. അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിച്ച് ചെറിയൊരു ചടങ്ങ്. ചേച്ചിയെ പോലെ തന്നെ കല്യാണം ആർഭാടാക്കണമെന്നൊക്കെ നിനക്കും ആഗ്രഹം കാണും. എന്നാൽ ഇവിടെ ജോത്സ്യൻ പ്രവചിച്ചില്ലെങ്കിൽ ശരി. അരുൺ ഇനി സാഹസം കാണിക്കുന്നതിന് മുൻപ് നിങ്ങളെ ഒന്നിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി കല്യാണത്തിന് മുമ്പ് അരുണേട്ടൻ ആ നാട്ടിലേക്ക് പോവോ? ഒരിക്കലുമില്ല. അവൻ കല്യാണത്തിന് മുൻപും ശേഷവും ഇനി ആ നാട്ടിലേക്ക് പോകില്ല. കല്യാണം കഴിഞ്ഞ മറ്റൊരു സ്ഥലത്തേക്ക് അവൻ ട്രാൻസ്ഫർ ആകും. അതിനുവേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി വേണ്ടത് വിവാഹശേഷം അവൻ ആഗ്രഹിക്കുന്ന സ്നേഹം നീ കൊടുക്കുകയാണ്. അതിനൊരു പിശുക്കും കാട്ടരുത്. സ്നേഹത്തിന് മുൻപിൽ എല്ലാം അടിയറവ് വയ്ക്കുന്നവനാണ് അരുൺ. അത് മനസ്സിലാക്കിയാണ് അധികം വിദ്യാഭ്യാസമോ കുടുംബ മഹിമയോ എന്തിനേറെ മാതാപിതാക്കൾ പോലും ഇല്ലാത്ത ആ തട്ടുകടക്കാരി അവനെ കുടുക്കിയത്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാ നീ അത് ഉടനെ അമ്മയെ അറിയിക്കണം. അച്ഛനല്ലെങ്കിലും അമ്മ പറയുന്നതിനെതിരെ പറയൂ. അങ്ങനെ ശീലിച്ചു പോയി. നമ്മുടെ അമ്മയെ ശരി, ഒരിക്കലും അച്ഛനല്ല. ഇവൾക്കൊന്ന് അമ്പലം വരെ പോണം. ബൈക്കിൽ പോയാ മതി. നിന്നോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇവള് കുറെ നാളെ ആഗ്രഹിക്കുന്നു. അത് ഞാൻ കുളിച്ചിട്ടില്ല. കുളിക്കാതെയാണോ ഷർട്ടും പാന്റും ഒക്കെ ഇടുന്നത്? സത്യം പറയടാ, നീ രാവിലെ കുളിച്ചതല്ലേ? എന്നിട്ട് ആഹാരം കഴിച്ചായിരുന്നു. നോൺ വെജ് ഒന്നും കഴിച്ചില്ലല്ലോ. ഇവൾക്കൊപ്പം ക്ഷേത്രത്തിൽ പോവാതിരിക്കാൻ വേണ്ടി ഓരോരോ അടവെടുക്കണ്ട. നിനക്ക് അകത്തേറാൻ പറ്റിയില്ലെങ്കിലേ ഇവളെ ക്ഷേത്രത്തിന്റെ മുറ്റം വരെ വിട്ടാ മതി. ഇവൾ അകത്തേറി തൊഴുതിട്ട് വരും. ചെല്ലുമോളെ, നീയും ചെല്ല്. എന്താ നീ ചിന്തിക്കുന്നേ? സ്കൂൾ കുട്ടികളെ പോലെ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് ശരിയല്ല പച്ചി. നീ ഇപ്പോഴും എനിക്ക് സ്കൂൾ കുട്ടി തന്നെയാ. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിക്കണം. പോയിട്ട് വാ. മോള് ചെല്ല്. കേറുമോളെ.
അവന്റെ തോളി പിടിച്ചിരുന്നോ? ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് നാലാൾ അറിയട്ടെ. പോയിട്ട് വാ മോളെ. എന്താ സാറേ, ഇതുവരെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം വീട്ടിൽ അറിഞ്ഞിട്ടില്ല. ഇതുവരെ അറിഞ്ഞില്ലേ? എന്താ സാറ്? കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ ഇടപെടണോ? ചിലപ്പോ വേണ്ടി വരും. അപ്പച്ചിരെ മോളെ കെട്ടാൻ സമ്മർദ്ദമുണ്ടോ? അല്ല, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു വന്നോണ്ട് ചോദിച്ചതാ. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വഭാവം മാറും. അറിയാലോ, കാർത്തിക എന്ന കൊച്ചിനെ ഒരുപാട് നിർബന്ധിച്ചിട്ടാ അവൾ താലി കെട്ടാൻ നിന്ന് തന്നത്. അതൊക്കെ എനിക്ക് അറിയാം സർ. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ കുറച്ച് തടസ്സങ്ങളുണ്ട്. ഓരോരുത്തരും സംഭവങ്ങൾ അറിയിച്ചു വരിക. അത് കഴിഞ്ഞ് എല്ലാ അർത്ഥത്തിലും കാർത്തുവിന്റെ ഭാര്യയാകും. പാവപ്പെട്ട കൊച്ച, അതിനെ കരയിക്കരുത്. അയാള് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ സാറേ അന്ന് ഞാൻ അത്രയ്ക്ക് സാഹസം കാണിച്ചത്. അപ്പൊ നിങ്ങൾ ഒരു വീട്ടിലല്ല താമസം? അല്ല, മിക്കവാറും ഉടനെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് വരും. പെട്ടെന്ന് സ്മൂത്താക്കിക്കൊള്ളണം. നമ്മളെ വിശ്വസിച്ചു വന്ന പെൺകുട്ടിയെ കണ്ണു നിറഞ്ഞ അത് ഞാൻ സഹിക്കത്തില്ല. ഞങ്ങൾ ഒന്നിച്ച് താമസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സാറിനെ കാണാൻ വരും. സാറിനൊരു പാർട്ടിയും തരും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹെൽമറ്റ് വെക്കാത്തതിന് ഫൈൻ എന്തെങ്കിലും? തൽക്കാലം ഫൈൻ അടിക്കുന്നില്ല. എന്നാ കാർത്തൂനെ കളഞ്ഞ ഫൈനോട് ഫൈനായിരിക്കും. അമ്പലത്തിൽ മാത്രമേ പോയുള്ളൂ മോളെ? ഞാൻ പറഞ്ഞതാ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന്, എന്നിട്ട് കേട്ടില്ല. അതെന്താടാ, നിന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഭക്ഷണം കഴിക്കാൻ? രാവിലെ ആഹാരം കഴിച്ചോണ്ട് കഴിക്കാൻ തോന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു മോളെ പുറത്തു പോയിട്ട്? എന്താ അവൻ നിന്നോട് പറഞ്ഞത്? ഒരുമാതിരി അവാർഡ് ഫിലിം പോലായിരുന്നു. എന്നോട് പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല. ദൈവത്തിന് മുന്നിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കണ്ടു. അത് വിവാഹം നടക്കണമെന്നാകാൻ വഴിയില്ല, മുടങ്ങണമെന്നായിരിക്കും പറഞ്ഞത്. ആ അമ്മേ, അതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. വഴിയരികില് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. എസ്ഐ കണ്ടപ്പോ അരുണേട്ടൻ നന്നായി പരിങ്ങി. അങ്ങേരെന്തോ ചോദിക്കാൻ വന്നപ്പോ പെട്ടെന്ന് മാറ്റി നിർത്തി സംസാരിക്കുന്നത് കണ്ടു.